എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചതാണ്. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 കൂന്തലാണ് എടുത്തിട്ടുള്ളത്. ഞാനത് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കുഞ്ഞതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്. നമുക്ക് അത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കേണ്ടതാണ്. ഒരു തക്കാളി, വേപ്പില, മല്ലിയില ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. കൂന്തൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഫസ്റ്റ് നമുക്ക് കൂന്തലൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ലേശം ഉപ്പും ഇട്ട് വേവിച്ചെടുക്കുക. ജസ്റ്റ് കുക്കറിൽ 2 വിസിലായിട്ട് വേവിച്ചെടുക്കുക. അതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തതാണ്. അടുത്തതായിട്ട് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എണ്ണ ചൂടായാൽ നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്യുക. അതിൽ കുറച്ച് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്, കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ തക്കാളി അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തക്കാളി വേവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ പൊടികളുടെ പച്ചച്ചുവ മാറി കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് തേങ്ങ അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദെൻ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും വേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂന്തലൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ട് ഞാനൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ കൂന്തൽ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫില്ലിങ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് നമുക്കിനി കൂന്തൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ബോത്ത് സൈഡ്സ് നമ്മൾ ഫ്രൈ ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടാവും ചിലപ്പോൾ. സോ അതൊന്ന് നന്നായിട്ട് കെയർ ചെയ്യണം.
കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. സോ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ and like and share with your friends. Thanks for watching.